ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗംഗ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ BR അംബേദ്കർ. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏത്? ആനമുടി, ഇടുക്കി ജില്ല. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏത്? ആനമുടി. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ച വർഷം? 1942. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ച വർഷം 1942. സൗരയൂഥത്തിലെ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത്? ചൊവ്വ. സൗരയൂഥത്തിലെ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത്? ചൊവ്വ. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ആരായിരുന്നു? പ്രതിഭ പാട്ടീൽ. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ആരായിരുന്നു? പ്രതിഭ പാട്ടീൽ. ഇന്ത്യൻ ഭരണഘടന ഇപ്പോൾ എത്ര മൗലികാവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? 6. ഇന്ത്യൻ ഭരണഘടന ഇപ്പോൾ എത്ര മൗലികാവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? 6. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം? 1935. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1935. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ കാടുകൾ ഏത് വൻകരയിലാണ്? തെക്കേ അമേരിക്ക. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ കാടുകൾ ഏത് വൻകരയിലാണ്? തെക്കേ അമേരിക്ക. ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രം ഏത്? ഇന്ത്യൻ മഹാസമുദ്രം. ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രം ഏത്? ഇന്ത്യൻ മഹാസമുദ്രം. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പരിപാടി? മൃതസഞ്ജീവനി. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പരിപാടി മൃതസഞ്ജീവനി. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക ആക്രമണം? ഓപ്പറേഷൻ സിന്ദൂർ.